എൻ്റെ പേര് ഫിലിപ്പോസ് ഫിലിപ്പ്. ആലുവ മുനിസിപ്പാലിറ്റി 16-ാം വാർഡിൽ 91-ാം ഹൗസ് നമ്പറിൽ താമസിക്കുന്നു. ഞാൻ ആലുവയിൽ വന്നിട്ട് ഇപ്പോൾ 55 കൊല്ലമായി. എൻ്റെ സ്വന്തം നാട് പുതുപ്പള്ളി വെള്ളുക്കുട്ട എന്ന സ്ഥലത്താണ്. അങ്ങനെ ഞാൻ ആലുവ ആയിട്ട് ബന്ധപ്പെട്ട് ആലുവയിലെ സിമൻറ്റിൻ്റെ ബിസിനസ് നടത്തി, കോൺട്രാക്റ്റ് വർക്കും ഒക്കെ നടത്തി ഇങ്ങനെ ഒരു ചെറിയ കുടുംബമായിട്ട് ജീവിച്ചു. പിന്നെ 1980 ജനുവരി 31 ഞാൻ കോട്ടയം വീടുള്ള ഒരു ടീച്ചർ ആലുവയിൽ സെൻറ്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് CSI ചർച്ചിൽ സ്കൂളിൽ ജോലി ചെയ്തിരുന്നു. അങ്ങനെ ആ ടീച്ചറെ കല്യാണം കഴിച്ചു. എനിക്ക് 3 മക്കൾ. മൂത്ത മോള് ഫിസിയോതെറാപ്പി പാസ്സായി, അവളിപ്പോൾ ദുബായിലാണ് ജോലി. രണ്ടാമത്തെ മകള് നേഴ്സിംഗ് BSc നേഴ്സിംഗ്, അവൾ സിംഗപ്പൂരാണ് ജോലി. എൻ്റെ മോൻ കെമിക്കൽ എഞ്ചിനീയറിങ്, അവൻ ദുബായിലാണ് ജോലി. ഭാര്യയും ഒരു കുട്ടിയുണ്ട്. എനിക്ക് ആകെ 4 കൊച്ചുമക്കളുണ്ട്. ഞാൻ 8 വയസ്സുള്ള കാലഘട്ടത്തിൽ എൻ്റെ അപ്പൻ എന്നെ പീരുമേട് അങ്ങനെയുള്ള എസ്റ്റേറ്റ് ഡോക്ടറും ഓരോ കാലഘട്ടത്തിൽ ഒരു മാറ്റം വരുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ ഞാൻ ജനിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ അന്നത്തെ കാലത്ത് ഏതാണ്ടൊരു 10 അടി ദൂരം നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂടി മൃഗങ്ങളെയൊക്കെ കാണാം. അങ്ങനെ അന്നൊക്കെ അവർ 4 ചുറ്റും പെരയുടെ ചുറ്റും തീയൊക്കെ ഇട്ട്, ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ തീയൊക്കെ ഇട്ട്, പിന്നെ തോക്കുമൊക്കെ ഉണ്ട്. സായിപ്പിൻ്റെ തോട്ടാണ്. തോക്കും മറ്റ് ആയുധങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അവരങ്ങനെ ഉപദ്രവിക്കാറില്ല. പിന്നെ 4 ചുറ്റും ഇങ്ങനെ മുട്ടിയിട്ട് തീയിട്ടൊക്കെ ഇടുന്നതുകൊണ്ട് അവരങ്ങനെ അടുക്കത്തില്ല. പിന്നെ പകലൊന്നും അതിലെ പോലെ. പിന്നെ ആശുപത്രി സ്റ്റാഫൊക്കെ അവിടെ വരും, പകലൊക്കെ ഡ്യൂട്ടി ചെയ്യും. അവിടെ ക്വാർട്ടേഴ്സ് ഉണ്ട്. പിന്നെ അങ്ങനെ അവർ സന്തോഷമായിട്ട് ജീവിക്കും. അപ്പനെയൊക്കെ ഇങ്ങനെ തോട്ടത്തിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പം അപ്പൻ്റെയൊക്കെ അവിടുത്തെ ബാല്യക്കാർ ഇങ്ങനെ കാട്ടുപന്നീനെയും പോത്തിനെയും മറ്റ് വന്യമൃഗങ്ങളെയൊക്കെ കൊന്ന് അവർ ഇറച്ചിയെടുത്ത് പപ്പടം പോലെ കനത്തെ അരിഞ്ഞ് ഇങ്ങനെ പാറപ്പുറത്ത് ഇട്ട് മഞ്ഞപ്പൊടി ഉപ്പുമൊക്കെ ഇട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് തിരുമ്മി ഉണക്കി വലിയ പാട്ട നിറച്ച് വീട്ടിൽ കൊണ്ടുവരും. അമ്മ അതൊക്കെ രാത്രി വെള്ളത്തിലിട്ട് രാവിലെ അതൊക്കെ ഇടിച്ച് നല്ല പരുവത്തിൽ ഞങ്ങൾക്ക് തിന്നാൻ തരും. അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പ ഇങ്ങനെ മരുന്നുകളും പിന്നെ ആൾക്കാർക്ക് അന്നത്തെ കാലത്ത് കൈക്കൂലിയോ അല്ലെങ്കിൽ ദാനധർമ്മങ്ങളൊന്നും മേടിക്കാതെ അപ്പൻ മനുഷ്യരെ സ്നേഹിച്ചു. ശിപ്പായി അല്ലെങ്കിൽ അപ്പോത്തിരിക്കരി എന്നാണ് അന്നത്തെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഇങ്ങനെ തല തൊപ്പിയും കാലിലൊക്കെ ഇങ്ങനെ ഇത് പോലീസിൻ്റെ വേഷം പോലെയുള്ള കാക്കി ഷർട്ടും ഷൂവും പാൻറ്റും ഒക്കെ ഇട്ടാണ് അവരത് യാത്ര ചെയ്തിരുന്നത്. പഴയ കാലത്ത് ഞങ്ങളുടെ ആഹാരം എന്ന് പറഞ്ഞാൽ കപ്പ, ചക്ക, കാച്ചിക്ക, ഇങ്ങനെ പല ഒരു കൃഷി ചെയ്ത് ഞങ്ങൾ ഭക്ഷിക്കുമായിരുന്നു. പിന്നെ കോഴിയിറച്ചിക്ക് ഇഷ്ടംപോലെ കോഴിയെ വളർത്തും. ഞങ്ങൾക്ക് ഏക്കറേജ് കണക്കിന് സ്ഥലമുണ്ടായിരുന്നു, തെങ്ങും തോപ്പുണ്ടായിരുന്നു, കുരുമുളക്, ഇങ്ങനെ ഉള്ള ഏക്കറേജ് കണക്ക് സ്ഥലത്തോളം ഞങ്ങൾ കൃഷി ചെയ്യുമായിരുന്നു. അന്ന് ഏതാണ്ട് 10-15 ജോലിക്കാരൊക്കെ ദിവസവും വീട്ടിൽ വന്ന് അവർ ജോലിക്ക് ചെയ്ത് അങ്ങനെ അവർ ഒക്കെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. അന്ന് എല്ലാവരും സൗഹൃദത്തിൽ പണക്കാരനോ പാവപ്പെട്ടവനോ ഒന്നുമില്ല. എല്ലാ സഹോദരങ്ങളെ പോലെ ഞങ്ങൾ അവരെയും അവർ ഞങ്ങളെയും സ്നേഹിച്ചു. അങ്ങനെ ആ കാലഘട്ടം അന്നത്തെ പഴയ കാലത്ത് ഞങ്ങളുടെയൊക്കെ അന്ന് കാരണന്മാരും ഒക്കെ 5 മണിയാകുമ്പോൾ വെളുപ്പിനെ എഴുന്നേക്കും. എന്നിട്ട് കട്ടൻ കാപ്പിയൊക്കെ എത്തി അന്ന് കിണറ്റിന് വെള്ളം കോരിക്കൊണ്ട് വന്ന് പെണ്ണുങ്ങളൊക്കെ മിറ്റമൊക്കെ അടിച്ച് പാത്രങ്ങളൊക്കെ കഴുകി, അന്ന് ഈ ചെമ്പ് പാത്രങ്ങൾ, ഓട്ടുപാത്രങ്ങൾ ഒക്കെ ഇഷ്ടംപോലെ പാത്രങ്ങൾ അതൊക്കെ തേച്ച് മിനുക്കി അതിൻ്റെ അകത്തൊക്കെ വെള്ളം നിറച്ച് ഈ സ്ത്രീകളൊക്കെ 6 മണി കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് അവർക്ക് ദർശനമില്ല. അവർക്ക് പെരയ്ക്കകത്ത് മാത്രമേ ഉള്ളൂ. ആരെങ്കിലും വന്നാൽ അവർ സ്ത്രീകൾ പുറത്തോട്ട് വരില്ല, ആണുങ്ങളാണ് ഒരുപാട് സംസാരിക്കുന്നത്. പിന്നെ ആഹാരം രീതി രാവിലെ ഞങ്ങൾ നല്ല കട്ടൻ കാപ്പിയും അല്ലെങ്കിൽ ഞങ്ങളുടെ പശുവുണ്ട്, പശു കറന്ന് പാല് ഇങ്ങനെ കഴിക്കും, തൈര്, ഇഷ്ടംപോലെ തൈര്, ഇങ്ങനെ ആഹാര രീതിയിൽ കഴിച്ചു. പിന്നെ
ഞായറാഴ്ച ദിവസമൊക്കെ ഇറച്ചിയൊക്കെ മേടിക്കും. മീൻ മേടിക്കും. കരിമീൻ, വരാല്, കാരി, ചെമ്മീൻ, അങ്ങനെയുള്ള ചെറിയ മാങ്ങകൾ അന്നത്തെ കാലത്ത് ഈ തോട്ടിൽ നിന്ന് പിടിച്ച ആൾക്കാർ കൊണ്ടുത്തരും. അതൊക്കെ ഞങ്ങൾ മേടിച്ച് കറി വെക്കും. ആഹാരത്തിൻ്റെ സമയം കറക്റ്റ് 6 തൊട്ട് 6 മണിക്ക് കാപ്പി കുടിക്കും. പിന്നെ 8 മണിയാകുമ്പോൾ എല്ലാവർക്കും ഒരു കപ്പപ്പുഴുക്കോ ചക്കപ്പുഴുക്കോ അല്ലെങ്കിൽ മീൻ കറി എല്ലാം കൂടി ജോലിക്കാർക്കും അവിടെ വരുന്ന കൂലിപ്പണി നമ്മുടെ പറമ്പിൽ പണിയുന്നവർക്ക് കൊടുക്കും. ഞങ്ങളും കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് അവർക്ക് ചോറ്, വൈകുന്നേരം കാപ്പി. 6 മണി വരെ. ഇന്നത്തെ പോലെയല്ല. അന്ന് രാവിലെ 6 മണി വന്നാൽ വൈകുന്നേരം 6 മണി വരെ അവർ ജോലി ചെയ്യും. ആഹാരം കൊടുക്കും. പോകുമ്പോൾ അവർക്ക് കൂലിയും കൊടുക്കും. അന്നത്തെ തേങ്ങ ഇല്ലാത്തവർക്ക് തേങ്ങ കൊടുക്കും. ചക്ക ഇല്ലാത്തവർക്ക് ചക്ക കൊടുക്കും. അരി വെക്കാൻ ഇല്ലാത്തവർക്ക് ഞങ്ങൾക്ക് പാടങ്ങളുള്ളതുകൊണ്ട് നെല്ല് ഇഷ്ടംപോലെ കൃഷി ചെയ്ത് ഇഷ്ടംപോലെ ഞങ്ങൾക്ക് പത്താഴുമെന്ന് പറഞ്ഞൊരു പെട്ടിയുണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെ നെല്ല് കൂട്ടിയിട്ട് അതൊക്കെ കുത്തി അതൊക്കെ ഈ ജോലിക്ക് വരുന്ന ഭാര്യമാർ അവരുടെ ഭാര്യമാരാണ് ഒക്കെ പുഴുങ്ങി വെയിലത്തിട്ട് ഉണക്കി അന്ന് വീട്ടിൽ തന്നെ വലിയ ഉരലുണ്ട്. ഉരലുകൊണ്ട് കുത്തി അവർ അരിയാക്കി കുറച്ചൊക്കെ അവരും കൊണ്ടുപോകും. ബാക്കിയുള്ള ഞങ്ങളും എടുക്കും. അന്നും മെഷീനിൽ കുത്തുന്ന ഇടപാടില്ല. അന്ന് വീട്ടിലാണ് കുത്തുന്നത്. പച്ചരി, അവല് ഇതൊക്കെ ഉണ്ടാക്കി നല്ല അവലൂസ് പൊടി തേങ്ങയൊക്കെ ഇട്ട് നല്ല ഐശ്വര്യമായിട്ട് അവരുണ്ടാക്കി അന്ന് നല്ല അവലൂസ് ഉണ്ട, അങ്ങനെ അച്ചപ്പം, അല്ലെങ്കിൽ അങ്ങനെ പലഹാരങ്ങളൊക്കെ ഏത്തയ്ക്ക വറക്കും. അങ്ങനെ ഏത്തപ്പഴം ഇഷ്ടംപോലെ പറമ്പിലുണ്ട്. ഏത്തക്കൃഷി ഞങ്ങൾ ചെയ്യാറുണ്ട്. അത് ഇങ്ങനെ കുറച്ച് കൊടുക്കും, കുറച്ച് വീട്ടിലേക്ക് എടുക്കും. പിന്നെ കാന്താരി മുളക്, വലിയ മുളക് ഇതൊക്കെ കൃഷി ചെയ്ത് അന്നൊന്നും പുറത്തൊന്നും പോയി ഒന്നും മേടിക്കണ്ട. ആവശ്യം മീനോ ഇറച്ചിയോ മാത്രം മതി. ഉപ്പ്, എണ്ണയ്ക്ക് ആയിരക്കണക്കിന് തേങ്ങ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു വർഷത്തിനുള്ള തേങ്ങ ആട്ടി വലിയ ഭരണിക്കകത്ത് നിറച്ച് വെക്കും. സുഭിക്ഷമായ ജീവിതമായിരുന്നു. അന്നത്തെ ആഹാരത്തിന് വിഷാംശം ഇല്ല. നല്ല ചാണകവും ചാരമൊക്കെ ഇട്ട് നല്ല കൃഷിയൊക്കെ ചെയ്ത് ആ കഞ്ഞിവെള്ളം കുടിച്ചാൽ വേറെ ഒന്നും വേണ്ട. അന്നത്തെ കാലം. ഇന്നത്തെ കഞ്ഞിവെള്ളം കുടിക്കാൻ പറ്റത്തില്ല. മുഴുവൻ വിഷമാണ്. ആഹാരം, പച്ചക്കറി എല്ലാം വിഷമാണ്. ഇറച്ചി, മീൻ അതൊക്കെ വിഷമാണ്. ഒരു കൈതച്ചക്ക പോലും തിന്നാൻ മേലാത്ത കാലമാണ്. അന്നൊക്കെ ഞങ്ങളുടെ പറമ്പുകളിൽ ഇഷ്ടംപോലെ കൈതച്ചക്കയുണ്ട്. ആൾക്കാർ കുറച്ചൊക്കെ ആവശ്യത്തിന് പിടിച്ചുകൊണ്ട് പോകും. പിന്നെ നാരങ്ങയുണ്ട്. നാരങ്ങ, കുംബ്ലീസ് നാരങ്ങ അതൊക്കെ പറിച്ച് ഞങ്ങൾ തിന്നും. പിന്നെ മാങ്ങ ഇഷ്ടംപോലെ പല സൈസ് മാങ്ങയുണ്ട്. കോമാങ്ങയുണ്ട്, ചുളിച്ചിടം മാങ്ങയുണ്ട്, പല സൈസ് മാങ്ങകളുണ്ട്. അതൊക്കെ പറിച്ച് തിന്നും. ആൾക്കാർക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കും. അന്ന് ഒരു സന്തുഷ്ടമായ ഒരു ജീവിതമായിരുന്നു. എന്നാൽ ഇന്ന് കാലഘട്ടം മാറി. ഇന്നൊക്കെ പൊരിച്ച കോഴിയും ചപ്പാത്തിയും ഒക്കെ കഴിച്ച് ആൾക്കാർ അസുഖം പിടിക്കുന്ന കാലമാണ്. അതുപോലെ വെള്ളം പോലും ഇന്ന് വെള്ളത്തിനകത്ത് മുനിസിപ്പാലിറ്റി പഞ്ചായത്തിലൊക്കെ വെള്ളങ്ങൾ ആരവും കുമ്മായമാണ്. ഇതൊക്കെ വയറ്റിൽ ചെന്ന് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുകയുള്ളൂ. അന്ന് നല്ല ഒന്നാമത് പ്യുവറായിട്ടുള്ള കിണറ്റിലെ വെള്ളം, അത് ഒന്നും വേണ്ട, ഒന്നും ചെയ്യേണ്ട, തിളപ്പിക്കുകയും വേണ്ട ഒന്നും. ഇന്നത്തെ വെള്ളമൊക്കെ തിളപ്പിച്ച് ആർച്ചില്ലെങ്കിൽ നമുക്ക് രോഗങ്ങൾ കൂടുതലുണ്ടാവും. അതുപോലെ ക്യാൻസർ, അതുപോലെ അറ്റാക്ക്, അതുപോലെ പല അസുഖങ്ങൾ വരാൻ കാരണം ഈ വിഷാംശം നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അന്നത്തെ കാലത്ത് വിഷാംശമില്ല. വെറും ചാണകവും ചാരവും എല്ലുപൊടിയും കുമ്മായും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കരിക്കൊക്കെ വെട്ടി കുടിക്കും. അതുപോലെ പറമ്പിലെ ഈ ചൂണ്ടപ്പനയും കുടപ്പനയും ഒക്കെ ഉണ്ട്. ചൂണ്ടപ്പന തെങ്ങ് അത് ചെത്തി നല്ല കള്ളുണ്ടാക്കി അതിൻ്റെ പാനിയുണ്ടാവും. ഓരോ കല്യാണത്തിനൊക്കെ പാനി, പഴം, പപ്പടം ഇതൊക്കെ അന്നത്തെ കാലത്ത് ആഹാരം കഴിച്ച് കഴിയുമ്പോൾ ദഹനത്തിന് വേണ്ടി കൊടുക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ പറമ്പിലൊക്കെ ആത്തപ്പഴമുണ്ട്. അങ്ങനെ പല പഴങ്ങളുണ്ട്. അതൊക്കെ പറിച്ച് എൻ്റെ ചെറുപ്പകാലങ്ങൾ ഞങ്ങൾ കഴിക്കുമായിരുന്നു. അന്ന് സന്തുഷ്ടമായ ഒരു ജീവിതമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടം മാറിക്കൊണ്ട് നമ്മളെല്ലാം അത് ആൾക്കാർക്കിന്ന് എന്നാന്ന് മക്കളും കൊച്ചുമക്കൾക്കും ഒന്നും എന്താന്ന് പോലും അറിയാത്ത ഒരു കാലഘട്ടമാണ്. ഇന്ന് കാച്ചിക്ക പുഴുങ്ങിയാൽ തിന്നത്തില്ല, ചേന പുഴുങ്ങിയാൽ തിന്നത്തില്ല,
നനകഴുങ്ങ് തിന്നാൻ അവർക്കറിയില്ല, അന്ന് കഴിച്ചില്ല ഇത്. അതായത് ഞങ്ങളൊക്കെ ഇത് കഴിച്ച കാലഘട്ടം ഇന്ന് ഞങ്ങൾ ആരോഗ്യവാനും നല്ല ആയുസ്സും ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നു. അന്ന് നല്ല ആരോഗ്യം ഉള്ളവും നല്ല സന്മനസ്സും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിനുള്ള സ്വഭാവം ഞങ്ങളെ ഇല്ല. ഇന്നത്തെ കൊച്ചു പിള്ളേർ തന്നെ കല്ലെടുത്തെറിയുന്ന കാലമാണ്. അങ്ങനെ പല പല വ്യത്യാസങ്ങൾ വന്നു. ജീവിതത്തിന് ഇന്ന് സെൽഫോൺ വന്നേ പിന്നെ അമ്മയും വേണ്ട, അപ്പനെയും വേണ്ട, ആരെയും വേണ്ട. അതും നോക്കി വരച്ചുകൊണ്ട് ലോകത്തിൻ്റെ ഓരോ വികൃതികളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഒക്കെ അത് കണ്ട് അത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ നമ്മുടെ ലോകം അന്ധകാരത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോകുന്നു. ഈശ്വരനെയോ അല്ല അള്ളാഹുവിനെയോ ക്രിസ്തുവിനെയോ ഒന്നും അറിയാതെ ഇന്ന് സീരിയലും ഒക്കെ സന്ധ്യയാകുമ്പം പെണ്ണുങ്ങളൊക്കെ ഒന്ന് ആഹാരമൊക്കെ കഴിക്കാനായിട്ട് വന്നാൽ തന്നെ സീരിയലിൻ്റെ മുമ്പിൽ നിന്ന് ആഹാരം കഴിക്കുകയും ഒക്കെ ദൈവത്തെ വിളിക്കുന്ന ഇടപാടില്ല, ഈശ്വരനെ വിളിക്കുന്നതില്ല. സന്ധ്യയ്ക്ക് പഴയ കാലത്തൊക്കെ ഞങ്ങൾ 12 തിരി കത്തിച്ച് ഇങ്ങനെ വലിയ തൂക്കുകളെ കൊണ്ട് 12 തിരി കത്തിച്ച് അത് വെച്ചിട്ട് സന്ധ്യയായിട്ട് സന്ധ്യാപ്രാർത്ഥന എല്ലാ മക്കളെയും അപ്പനും അമ്മയും എല്ലാവരും വട്ടത്തിൽ നിന്ന് താഴെ പായിട്ട്, അന്ന് കസേരയൊന്നും ഇരിക്കുന്നില്ല, കസേര ഉണ്ടെങ്കിലും അങ്ങനെ എടുക്കുക, ഊണ് കഴിക്കുന്നത് തന്നെ കസേരയും മേശയൊന്നുമില്ല. അന്ന് താഴെ വലിയ നേരപ്പായിട്ട് അല്ലെങ്കിൽ ചെറിയ മടക്കിയിട്ട് അതിൽ വലിയ ഇലയൊക്കെ വെട്ടി അങ്ങനെ ചോറുകൊണ്ടിരുന്ന പാത്രങ്ങൾ ഉപയോഗിക്കാതെ നല്ല ദൂഷണയിലെ കറികൾ വെച്ച് നല്ല സാമ്പാർ, അവിയൽ, തോരന് അങ്ങനെയുള്ള പല പല കറികളുണ്ടാക്കി നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ച് പായസങ്ങൾ അങ്ങനെയൊക്കെ കഴിച്ച് കാലഘട്ടങ്ങളുണ്ട്. ഇന്നതൊക്കെ മൺമറഞ്ഞു പോയി. 1972 കാലഘട്ടത്തിൽ ആലുവ PW സ്റ്റോർ ആലുവയിൽ ഒരു പുതുതായിട്ട് ഒരു കെട്ടിടമൊക്കെ പണിത് ഇങ്ങനെ PWയുടെ സിമൻറ്റുകൾ ഇങ്ങനെ ആയിരക്കണക്കിന് ലോഡുകൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ കമ്പി, സിമൻറ്റ്, പല ഷീറ്റുകൾ ഇതൊക്കെ ഇങ്ങനെ കൊടുക്കും, വാങ്ങും. അതൊക്കെ അതുകൊണ്ട് ചെറിയ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഞാൻ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളാണ്. ഞങ്ങളുടെ പള്ളി പമ്പുകരയുള്ള CSI സെൻറ്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചർച്ചാണ്. ഞാൻ അവിടെ കമ്മിറ്റിയായിട്ടും എൻ്റെ ഭാര്യ അവിടുത്തെ ടീച്ചറായിട്ടും വർക്ക് ചെയ്ത് അവളും 10-20 കൊല്ലം കമ്മിറ്റി ആയിരുന്നു. പിന്നെ അച്ഛനും കമ്മിറ്റിക്കാരും സഭാജനങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഐക്യത്തിൽ ജീവിക്കുന്നു. അവരൊക്കെ എല്ലാവരും പള്ളിയുടെ എന്താവശ്യം വന്നാലും അതിന് സാമ്പത്തികമായിട്ടും എന്ത് ആവശ്യം വന്നാലും അതിനൊക്കെ നമ്മൾ സഹായിക്കാറുണ്ട്. പൊതുജനങ്ങളുമായിട്ട് കൂടുതൽ അടുപ്പം ഉണ്ട്. പിന്നെ ഞാൻ 1986 എൻ്റെ ഒരു ബോസ് ഉണ്ടായിരുന്നു, കോട്ടയംകാരൻ. പുള്ളി ഇവിടെ വന്ന് അപ്പോൾ എനിക്ക് 1980 എനിക്കൊരു മോളുണ്ടായി. അങ്ങനെ മോളുണ്ടായപ്പോൾ ആ ബോസ് വന്ന് പറഞ്ഞു മോളുടെ പേരിൽ ഒരു LIC എടുക്കണം. അങ്ങനത്തെ കാലത്ത് ഞാൻ പോളിസി ഉടനെ എടുത്തു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം പുള്ളി എന്നോട് പറഞ്ഞു ഒരു ANC എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ LIC ഉള്ളതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുമായിട്ട് പരിചയവും ബന്ധങ്ങളും ഉണ്ട്. കാലാകാലങ്ങളിൽ അവരുടെ മക്കൾക്ക് ജോലി കിട്ടുമ്പോൾ ഉണ്ണിച്ചായ വന്നൊരു കൊച്ചുമോനൊരു ജോലി കിട്ടിയിട്ടുണ്ട്, അവർ പോളിസി എഴുതണം എന്ന് പറഞ്ഞ് ഞാൻ പോളിസി എഴുതി കൊടുക്കും. പിന്നെ അവർക്ക് എന്തെങ്കിലും ലോണോ എന്തെങ്കിലും ആവശ്യം വന്നാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാൻ ആഗ്രഹമുണ്ട്. നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതം നമ്മളെ ദൈവത്തിന് വേണ്ടിയും ഈശ്വരന് വേണ്ടിയും അള്ളാഹുവിന് വേണ്ടി ജീവിക്കണം. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം. തിന്മ നമ്മൾ ഒന്നും ഉണ്ടാകരുത്. നന്മ ചെയ്യുന്ന നമ്മൾ ഒരു ചെടി വെച്ചാൽ അതിന് വെള്ളവും വളവും കൊടുത്തു കഴിഞ്ഞാൽ ആ ചെടി വളർന്ന് ഫലം കായ്ച്ച് നമ്മളത് ആഹാരം കഴിക്കാൻ ഇടയാവുന്നു. നമ്മൾ ജീവിതത്തിൽ പല പല കാലഘട്ടങ്ങളുണ്ട്. ആ കാലഘട്ടങ്ങളിൽ നാം അവരെയൊക്കെ എല്ലാ സ്നേഹത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും ഐശ്വര്യത്തോടും കൂടി കാണണം. ആർക്കും ദോഷം ചെയ്യരുത്. പിന്നെ നമ്മൾ മദ്യത്തിനും മയക്കുമരുന്നും ആകുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ കൊച്ചുമക്കളും ചെറുപ്പക്കാർ വലിയ ആൾക്കാർ ഇതൊക്കെ ലഹരി കഴിച്ച് നമ്മുടെ കുടുംബം നശിച്ചു പോകുന്നു. ആത്മഹത്യ, അങ്ങനെ പല പല കാര്യങ്ങൾ. അപ്പൻ അമ്മയെ കൊല്ലുന്നു, അമ്മ അപ്പനെ കൊല്ലുന്നു.
കുട്ടികൾ അച്ഛന്മാരെ അപ്പന്മാരെ കൊല്ലുന്നു. ഇതൊക്കെ ഈ ലഹരിക്ക് അടിമയായിക്കുമ്പോൾ അവന് സുബോധം നശിച്ച് അവൻ മൃഗമായിട്ട് മാറുകയാണ്. അങ്ങനെ അവൻ്റെ ജീവിതം ഒരു ആപത്തിലേക്ക് പോവുകയാണ്. നേർവഴിയിൽ നടക്കാതെ അവൻ ദൈവത്തെ അറിയാതെ ഈശ്വരനെ അറിയാതെ അല്ലാഹുവിനെ അറിയാതെ അവൻ ജീവിച്ചാൽ അവൻ്റെ ജീവിതം നാശകരമായ ഒരു ജീവിതത്തിലേക്ക് പോകും. അവൻ നല്ല രീതിയിൽ ജീവിച്ച് മറ്റുള്ളവരെ സഹായിപ്പാനും അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് നമ്മുടെ കുടുംബം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ മക്കൾ, കൊച്ചുമക്കളെ അവരെയൊക്കെ നല്ല ഭക്തിയിലും ഈശ്വരൻ്റെ അല്ലെങ്കിൽ ആരാധനയൊക്കെ അറ്റൻഡ് ചെയ്ത് ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചാൽ ഇതൊന്നും വരില്ല. നമുക്ക് ലഹരിയിൽ നിന്ന് ഒഴിവാകണം. ലഹരി നാട് മുഴുവൻ ലഹരിയുടെ അടിമയായി ജീവിക്കുകയാണ്. ലോകം മുഴുവനും കോടിക്കണക്കിന് രൂപ ഇന്ന് പണമുണ്ടാക്കുന്ന ഒരു കൂട്ടരെ അത് കഴിച്ച് വരുന്നവർ ഒക്കെ നശിച്ചു പോകുന്നു, മരണത്തിലേക്ക് പോകുന്നു, ആത്മഹത്യയ്ക്ക് വരുന്നു. ഇതെല്ലാം കാരണം ലഹരിയാണ്. ഈ ലഹരി നമ്മൾ ഒഴിവാക്കണം, രാജ്യത്തെ രക്ഷിക്കണം. നമ്മുടെ ലോകം എല്ലാവരും ഇന്ന് അക്രമം, അനീതി, വ്യഭിചാരം, പീഡനം, പെൺകുട്ടികൾക്ക് പോലും ഇന്ന് ജീവിക്കാൻ മേലാത്തൊരവസ്ഥയാണ്.